പ്രീണന രാഷ്ട്രീയമല്ല. ഇപ്പോൾ നടക്കുന്നത് പ്രീണന രാഷ്ട്രീയമല്ല. ഇത് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമാണ്. പ്രീണന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റും എന്ന് പ്രതിജ്ഞയെടുത്തവർ ഉള്ള നാടാണ്. അത്തരത്തിലുള്ളവർ തന്നെയായിരിക്കണം ഇത്തരം കരാളമായ കിരാതമായ നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയത്. അല്ലെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക ഒരു ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ നിലവിലുള്ള നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു നിയമം വരിക എന്നുള്ളത്? ഇനി ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഭീകരവാദികളുടെയും വർഗീയവാദികളുടെയും ശ്രമത്തിന് രാഷ്ട്രീയക്കാർ കൂട്ടുനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1954 ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ആ നിയമം, വഖഫ് നിയമം, ഒരു ബൈ യൂസർ എന്ന നിലയിൽ ഒരു സംഗതി കൊണ്ടുവന്നല്ലോ. വഖഫ് ബൈ യൂസർ. ലോകത്തിൽ ഒരിടത്തുമില്ലാത്ത വഖഫ് ബൈ യൂസർ എന്തിനാണ് നെഹ്റു സർക്കാർ കൊണ്ടുവന്നത്? അത് പിന്നീട് വഖഫ് ബൈ യൂസർ എന്നുള്ളത് 1964 ആയപ്പോഴേക്കും കുറച്ചും കൂടി മൂർച്ച കൂടി. വഖഫ് ബൈ യൂസർ അത് വഖഫ് ബോർഡിലേക്ക് വരുന്ന അവസ്ഥയായി. പിന്നെ 1990 അപ്പോഴും നമുക്ക് സിവിൽ കോടതിയിൽ പോകാം. അപ്പോൾ വഖഫ് ബൈ യൂസർ വന്നാൽ പോലും സിവിൽ കോടതിയിൽ പോയി അത് ശരിയാക്കാമായിരുന്നു. 1995 സിവിൽ കോടതിയിൽ പോകാൻ പറ്റില്ല. വഖഫ് ബൈ യൂസർ അവിടെ ഉണ്ട് താനും. അപ്പോൾ വഖഫ് ബൈ യൂസർ എന്ന് വെച്ചാൽ സർക്കാരിന് ഒരു വസ്തു വഖഫ് ചെയ്യാൻ അവകാശമുണ്ടോ? ശരീഅത്ത് നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിനാണ് വഖഫ് ചെയ്യാൻ അവകാശമുള്ളത്. അങ്ങനെയൊരിക്കെ എങ്ങനെയാണ് സർക്കാരിന് പാകിസ്ഥാനിലേക്ക് പോയവരുടെ സ്ഥലവും അതുപോലെ തന്നെ ഈ ബൈ യൂസർ ആയിട്ടുള്ള സ്ഥലവും ഒക്കെ ഇങ്ങനെ വഖഫ് ബോർഡിലേക്ക് കൊടുക്കാൻ സർക്കാരിന് വഖഫ് ചെയ്യാൻ എന്താണ് അവകാശം? എൻ്റെ ചോദ്യം സുപ്രധാനമായ ചോദ്യമാണ്. കോൺഗ്രസ് സർക്കാരിന് വഖഫ് ചെയ്യാൻ എന്താണ് അവകാശം? വഖഫ് ബൈ യൂസർ പ്രാക്ടിക്കലി ഒരു സർക്കാരിൻ്റെ വഖഫ് പരിപാടിയാണ്. സർക്കാർ വഖഫായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണത്. അതിന് സർക്കാരിന് എന്തവകാശം? ഇനി ഈ വഖഫ് ബൈ യൂസറിൽ നിന്ന് എവിക്ഷനും ആകാമെന്ന് 2013 വന്നു. അപ്പോൾ ഇതിലൂടെയെല്ലാം വ്യക്തമായും സർക്കാർ തന്നെ ഇസ്ലാമിക രാഷ്ട്രവാദത്തിനായി മണ്ണ് കൂടുതൽ ചേർത്തു കൊടുക്കുന്നതായിട്ടല്ലേ മനസ്സിലാകൂ. ഇനി മറ്റൊരു കാര്യം പറയാം. ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്തു കളഞ്ഞത് എന്തിനാണ്? 12 വർഷം 30 വർഷം അതാണല്ലോ നമുക്കുള്ളത്. വ്യക്തികളുടേതാണെങ്കിൽ, അതുപോലെ മറ്റ് സൊസൈറ്റികളുടെയൊക്കെ ആണെങ്കിൽ 12 വർഷം, സർക്കാരിൻ്റെ ആണെങ്കിൽ 30 വർഷം. അങ്ങനെയാണല്ലോ അഡ്വേഴ്സ് പൊസഷനിലേക്ക് പോകുന്നത്. ആ ഒരു സംഗതിയെ എന്തുകൊണ്ടാണ് ആ ലിമിറ്റേഷൻ എടുത്തു കളഞ്ഞിട്ട് വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന പ്രിൻസിപ്പിളിന് വേണ്ടി ഇന്ത്യയിലെ ഏതു സ്ഥലവും ഉപയോഗിക്കാം, അല്ല ഏതു സ്ഥലവും പിടിച്ചെടുക്കാം എന്ന ഒരു എത്ര നാൾക്ക് മുൻപുള്ളതും പിടിച്ചെടുക്കാം എന്നൊരു ക്ലോസ് ചേർത്തതിലൂടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നോക്കൂ, വഖഫ് ബൈ യൂസർ എന്നുള്ള അതേ സംഗതി ഉപയോഗിച്ചാണ് തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറൈ ഗ്രാമത്തിലെ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം വരെ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്താ അതിൻ്റെ പിന്നിലുള്ളത്? വഖഫ് ബൈ യൂസറാണ്. അതായത് ഇസ്ലാം ഉണ്ടാകുന്നതിനും മുൻപുള്ള ഒരു പ്രദേശവും
ഒരു മത ക്ഷേത്രവും പിടിച്ചെടുക്കാൻ തക്ക വിധത്തിൽ ഇങ്ങനൊരു വഖഫ് ബൈ യൂസർ ഉണ്ടാക്കിയത് എന്തൊരു ദ്രോഹമാണ്. ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞത് എന്തൊരു ദ്രോഹമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, 1954 നിയമം അനുസരിച്ച് ഇത്തരത്തിൽ വഖഫ് ഭൂമി വിൽക്കാമായിരുന്നോ? ആയിരുന്നു. 1995 നിയമം അനുസരിച്ച് വഖഫ് ഭൂമി വിൽക്കാമായിരുന്നോ? വിൽക്കാമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന പ്രിൻസിപ്പിൾ അവിടെ ഉണ്ടായിരുന്നോ? മൻമോഹൻ സിംഗ് സർക്കാരാണല്ലോ ആ അർത്ഥത്തിൽ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നുള്ളത് അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി 1950 ഇങ്ങനൊരു ഡീഡ് ഉണ്ടാകുന്നു, 54 നിയമമുണ്ടാകുന്നു. ആ നിയമത്തിൽ 3 വർഷത്തിനുള്ളിൽ നിയമം ഇറങ്ങി, ആക്ട് ഇറങ്ങി, 3 വർഷത്തിനുള്ളിൽ അത് വഖഫ് ബോർഡ് തങ്ങളുടേതാക്കി രജിസ്റ്ററിലേക്ക് ചേർക്കണം എന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ചേർത്തില്ല? അത് വഖഫായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ചേർത്തില്ല? എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് ചിലർ വിളിക്കുകയായിരുന്നു. 40 വർഷങ്ങളായി കേസുമായി മുന്നോട്ട് പോകുന്നവർ. അത് വഖഫുമായി ബന്ധപ്പെട്ട ആളുകൾ വിറ്റ പ്രോപ്പർട്ടിയാണ്. ഇനി വഖഫ് ബോർഡിൽ നിന്ന് അനുവാദം വാങ്ങണമായിരുന്നു. അനുവാദം വാങ്ങി അല്ല അവരത് വിറ്റത് എന്നെന്താണ് തെളിവ്? എന്തുതരം അനുവാദമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? വാക്കാലുള്ള അനുവാദത്താൽ തന്നെയായിരിക്കണം പലതും അന്ന് വിറ്റിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി അതിനെല്ലാം തമസ്കരിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് വഖഫ് ആക്ടിനെ ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ അനുവദിക്കാതെ വഖഫ് ആക്ടിനെ ശരിയായ രീതിയിൽ ഭേദഗതി നടത്താൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, മാധ്യമങ്ങളും എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സന്തോഷമേയുള്ളൂ. വഖഫ് ആക്ട് ഇപ്പോൾ ജനം പഠിച്ച് കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പഠിച്ചവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഒരു പൊതു ചർച്ച വയ്ക്കൂ. എവിടെയൊക്കെയാണ് വഖഫ് ആക്ടിൻ്റെ പ്രശ്നങ്ങളുള്ളത്? അതിലേക്ക് ഇതിൽ ഇപ്പോൾ കാര്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, വളരെ യുക്തിസഹമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ വിളിക്കൂ, നമുക്ക് ചർച്ചയാവാം. അല്ലാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനും വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും അതിലൂടെ ഒരുപക്ഷെ അവരറിയാതെ തന്നെ ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനുമുള്ള ശ്രമങ്ങൾക്ക് തടയിടേ